ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാ വരുന്നു. RJD 135 സീറ്റിൽ മത്സരിക്കാൻ ധാരണയായിരിക്കുന്നു. കോൺഗ്രസിന് 55 സീറ്റിലും CPML 20 സീറ്റിലും മത്സരിക്കാൻ ധാരണയായെന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. 12 സീറ്റിലാണ് ഇപ്പോൾ തർക്കം തുടരുന്നത്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, 12 സീറ്റുകളിൽ തർക്കമുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് സീറ്റ് വിഭജനത്തിൽ ധാരണയായിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇന്ത്യ മുന്നണിയിൽ എന്നതാണ് വരുന്ന വിവരങ്ങൾ. RJD 135 സീറ്റിൽ, കോൺഗ്രസ് 55 സീറ്റിൽ എന്നതാണല്ലേ? വിനീത, തീർച്ചയായും ഭൂരിഭാഗം സീറ്റുകളിലും ഇപ്പോൾ മഹാസഖ്യത്തിൽ ധാരണയായി എന്നുള്ള വിവരമാണ് ബീഹാറിൽ നിന്ന് വരുന്നത്. ഏതായാലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സീറ്റുകളുടെ എണ്ണം കുറവാണ് ഇത്തവണ. RJDയും കോൺഗ്രസും മത്സരിക്കുന്ന സീറ്റുകൾ കഴിഞ്ഞ തവണ 148 സീറ്റിലാണ് RJD മത്സരിച്ചതെങ്കിൽ ഇത്തവണ 135 സീറ്റിലാണ് RJD മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 70 സീറ്റിലാണ് മത്സരിച്ചത്. അതേസമയം ഇത്തവണ 55 സീറ്റാണ് കോൺഗ്രസിന് നൽകുന്നത്. 20 സീറ്റ് CPI-ML പാർട്ടിക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണ 19 സീറ്റിലായിരുന്നു CPI-ML മത്സരിച്ചത്. ഇപ്പോഴും കൂടുതൽ സീറ്റ് വേണം എന്നാവശ്യപ്പെട്ട് CPI-ML നിലപാട് കടുപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ പാർട്ടികളായ CPIM പാർട്ടികൾ കൂടി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് 12 സീറ്റിൽ മാത്രമാണ് തർക്കം ഉള്ളത് എന്നാണ് മഹാസഖ്യത്തിലെ പാർട്ടികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് ഭൂരിഭാഗം സീറ്റുകളിലും ഇപ്പോൾ ഒത്തുതീർപ്പായി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഈ പാർട്ടികൾ നീങ്ങാൻ സാധ്യതയുണ്ട്. പാർട്ടികൾ പ്രത്യേകമായിരിക്കുമോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, അതല്ല ഒന്നിച്ച് മഹാസഖ്യം എന്ന നിലയിൽ ആയിരിക്കുമോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ് അന്തിമഘട്ടത്തിലേക്ക് മഹാസഖ്യത്തിൽ കാര്യങ്ങൾ എത്തുകയാണ്. 135 സീറ്റിലായിരിക്കും RJD മത്സരിക്കുക. അതാണ് ഏറ്റവും പുതുതായി വരുന്ന ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ട്. സുനിൽ, മറുഭാഗത്ത് NDA ക്യാമ്പിൽ എന്താണ് സ്ഥിതി? തർക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ ഏത് രീതിയിലാണ്? വിനീത, നാളെയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി ദില്ലിയിൽ യോഗം ചേരാൻ പോകുന്നത്. ഏതായാലും സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് NDA ക്യാമ്പുകളും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴും ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ട അത്രയും സീറ്റുകൾ നൽകാൻ BJP തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ജിതൻ റാം മാഞ്ചിയാണ് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച അവിടെ മറ്റൊരു ഭീഷണിയായി നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്ക് 7 സീറ്റാണ് നൽകിയിരുന്നത്. അതേസമയം ഇത്തവണ 15 സീറ്റെങ്കിലും വേണം എന്ന് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച ജിതൻ റാം മാഞ്ചി ആവശ്യപ്പെടുകയാണ്. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ജിതൻ റാം മാഞ്ചി. അതുപോലെ തന്നെ ചിരാഗ് പാസ്വാൻ 6% വോട്ടേ ഉള്ളൂ LJPക്ക് എങ്കിൽ പോലും ഇത്തവണ 40ഓളം സീറ്റുകളിലാണ് ചിരാഗ് പാസ്വാൻ പിടിമുറുക്കുന്നത്. അതേസമയം 28 സീറ്റുകൾ പരമാവധി നൽകാം എന്നതാണ് BJPയുടെയും JDUവിന്റെയും വാഗ്ദാനം. അത് ചിരാഗ് പാസ്വാൻ ഇതുവരെ അംഗീകരിച്ചില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് വേണ്ടി നേരിട്ട് ഇടപെടൽ നടത്തും എന്നൊക്കെയാണ് ചിരാഗ് പാസ്വാൻ അവകാശപ്പെടുന്നത്. ഏതായാലും നാളെ BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി വിഭജനം സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം, അന്തിമ ചിത്രം പുറത്തുവരിക.